എറണാകുളം എളമക്കരയിൽ നിന്നും 12 വയസ്സുകാരിയെ കണ്ടെത്തിയ ആശ്വാസത്തിലാണ് കേരളം. ഇതോടെ ആശങ്കയുടെ മണിക്കൂറുകൾക്കാണ് വിരാമമായത്. കുട്ടിയെ തിരിച്ചറിഞ്ഞ് വിവരം പോലീസിൽ അറിയിച്ചത് ഒരു യുവാവാണ്. നിർണായക പങ്ക് വഹിച്ച ജോർജിനെ നന്ദിയോടെ സ്മരിക്കുകയാണ് ഓരോ മലയാളിയും. ഇന്നലെ രാത്രി 11:00ഓടെയാണ് കാളമുക്കിന് സമീപത്തെ കണ്ടെയ്നർ പാലത്തിൽ വെച്ച് കുട്ടിയെ കണ്ടെത്തിയത്. കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എളമക്കരയിൽ നിന്നും ഇന്നലെ വൈകിട്ട് സ്കൂൾ വിട്ടിറങ്ങിയ ശേഷം കാണാതായ പെൺകുട്ടിയെ കണ്ടെത്തിയത് ഈ പാലത്തിൽ വെച്ചായിരുന്നു. ജോർജ് എന്ന ഈ പ്രദേശവാസിയാണ് രാത്രി 11 മണിക്ക് ശേഷം ഇതുവഴി പോകുമ്പോൾ ഈ കുട്ടിയെ സൈക്കിൾ ചവിട്ടി വരുന്നത് കണ്ട സംശയം തോന്നി പിന്നാലെ വരികയും കുട്ടിയെ കണ്ടെത്തി ഈ വിവരം പോലീസിന് കൈമാറുകയായിരുന്നു. എളമക്കരയിലെ ഒരു സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. 12 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയായിരുന്നു. ഇന്നലെ സ്കൂളിൽ വെച്ച് കുട്ടിയുടെ മൊബൈൽ, സ്കൂളിൽ കൊണ്ടുപോയ മൊബൈൽ അധ്യാപകർ വാങ്ങിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വീട്ടിലേക്ക് പോകാനുള്ള ചില ഭയവും മറ്റുമാണ് ഇത്തരത്തിൽ വീട് വിട്ടിറങ്ങാൻ കാരണമായതെന്നതാണ് പറയുന്നത്. എന്തുതന്നെയായാലും വലിയൊരു അപകടത്തിൽ നിന്നാണ് കുട്ടിയെ ജോർജ് എന്ന ഈ പ്രദേശവാസി രക്ഷിച്ചത് എന്നതും എടുത്തു പറയേണ്ടതായിരുന്നു. എങ്ങനെയായിരുന്നു കുട്ടിയെ കണ്ടെത്തിയെന്ന് അടക്കമുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിക്കാം. ഇന്നലെ എത്ര മണിയോടെ ഏത് ഒരു സാഹചര്യത്തിലാണ് കുട്ടിയെ കണ്ട് തിരിച്ചറിയാൻ പറ്റിയത്? ഏകദേശം ഒരു 11:15 സമയമായിട്ടുണ്ടാവും. ഞാൻ എറണാകുളത്ത് നിന്ന് വീട്ടിലേക്ക് പോകുന്ന സമയത്തായിരുന്നു ഈ കാളമുക്ക് ടേൺ ഓവർ ഒരു 100 മീറ്റർ അപ്പുറത്ത് വെച്ച് ഒരു കുട്ടി സൈക്കിൾ വരുന്നത് ഞാൻ കണ്ടത്. കുട്ടി അവിടെ സൈക്കിൾ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി. അതിന് അരമണിക്കൂർ മുമ്പ് എൻ്റെ അമ്മ വിളിച്ചിരുന്നു, ഒരു കുട്ടി ഇങ്ങനെ കാണാതെ പോയിട്ടുണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇതൊക്കെ നോക്കിയിട്ട് ആ മൈൻഡിലായിരുന്നു വരുന്നത്. അപ്പോഴത്തേക്കും എനിക്കൊരു സംശയം തോന്നി. പിന്നെ രാത്രി 11:00 ശേഷം ഒരിക്കലും കുട്ടി ഒറ്റയ്ക്ക് ഒരു യൂണിഫോം ഇട്ട് സ്കൂൾ യൂണിഫോമിൽ പോകില്ലല്ലോ. ആ ഡൗട്ട് കൂടുതലും ക്ലിയറായി. ഞാൻ പുറകെ വന്നു. അപ്പോൾ കുട്ടി ശേഷം പാലം കയറി തുടങ്ങി. ഞാൻ ബൈക്കിൽ നിന്ന് ഇറങ്ങി. അതിൻ്റെ കുട്ടിയോട് ചോദിച്ചു, മോളെ എവിടെയാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എളമക്കരയാണെന്ന് പറഞ്ഞു. എവിടെയാണ് മോളെ പോയതെന്ന് ചോദിച്ചു. അപ്പോൾ നായരമ്പലം വരെ പോയാണെന്ന് പറഞ്ഞു. പിന്നെ കുട്ടിയെ പിടിച്ചു നിർത്തി. അപ്പം കുട്ടി കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട മോളെ, കരയണ്ട, നമുക്കെല്ലാം ക്ലിയർ ചെയ്യാം, ചേട്ടനുണ്ടെന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിർത്തി ആളൊന്ന് കൂളാക്കി പയ്യെ. ആ സമയത്ത് റോഡിലൊക്കെ തിരക്കുള്ള ഒരു സമയമാണ്. ആ സമയത്ത് വണ്ടികൾ പാസ് ചെയ്യും, ലോറികൾ പോകുന്ന സമയമാണ്. പിന്നെ ആ സമയത്ത് പിന്നെ പാലത്തിൻ്റെ മുകളിലാണ്. ഇവിടെ ഒരുപാട് അപകടങ്ങളുള്ള സ്ഥലങ്ങളാണ്. ഒരു പെൺകുട്ടിയാണ്, ഒറ്റക്കാണ്. അത് എനിക്കും ഭയങ്കര പേടിയായിരുന്നു. പിന്നെ കറക്റ്റായിട്ട് ഞാൻ കുട്ടിയുടെ ഡീറ്റെയിൽസൊക്കെ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. അപ്പോൾ പോലീസുകാർ കറക്റ്റായിട്ട് വന്നു. പോലീസുകാർ കുട്ടിയെ മാതാപിതാക്കൾക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ഒരുപക്ഷെ ഇവിടുന്ന് നമ്മൾ കണ്ടെത്തി പോയില്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നില്ലേ? അതേ, സാധ്യതയുണ്ട്, തീർച്ചയായും സാധ്യതയുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ചെന്നിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പാലത്തിൻ്റെ മുകളിലാണ്. കുട്ടിയാകെ പ്രഷറിലാണ്, മാനസികമായിട്ടും പ്രഷറിലാണ്. ഇത്തരത്തിൽ തന്നെയായിരുന്നു. രാത്രി 11 മണിക്ക് ശേഷമാണ് ഇവിടുന്ന് ഈ പാലം ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം തമ്പടിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ വലിയൊരു അപകട സാധ്യതയിലേക്ക് പോകുമ്പോഴാണ് ജോർജ് കുട്ടിയെ കാണുന്നതും പെട്ടെന്ന് ഇത് ആ വിദ്യാർത്ഥിയാണോ, കാണാതായ വിദ്യാർത്ഥിയാണോ എന്ന സംശയം തോന്നി തിരികെ വരികയും കുട്ടിയോട് സംസാരിക്കുമ്പോൾ എളമക്കരയിലാണ് പഠിക്കുന്നതെന്ന് പറയുകയും അത് കൃത്യമായി തന്നെ തിരിച്ചറിഞ്ഞ് പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. കുട്ടിയെ ഇപ്പോൾ തിരിച്ച് ഇന്നലെ രാത്രിയിൽ തന്നെ വീട്ടിലേക്ക് വിട്ടിരുന്നു. ഇനിയും കൗൺസിലിംഗ് അടക്കം നടത്തി കുട്ടിയുടെ ആ ഭയാശങ്കകളെല്ലാം മാറ്റും എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തുതന്നെയായാലും കുട്ടിയെ കാണാതായി ആശങ്കകളുടെ മണിക്കൂറായിരുന്നു. അത് ഇന്നലെ രാത്രിയിൽ തന്നെ ഒഴിഞ്ഞു. ഇപ്പോൾ കുട്ടി രക്ഷിതാക്കൾക്കൊപ്പം തന്നെയാണ് ഉള്ളതും.